ഒരു തലമുറ തിയേറ്ററുകളിൽ ആഘോഷിച്ച സിനിമകൾ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. മോഹൻലാൽ ചിത്രം സ്ഫടികം തുടങ്ങിവെച്ച ഈ ട്രെൻഡ് ഇപ്പോൾ ഛോട്ടാ മുംബൈയിൽ വരെ എത്തി നിൽക്കുകയാണ്. എന്നാൽ അവിടം കൊണ്ടും തീരുന്നില്ല. 2020, രാവണപ്രഭു തുടങ്ങി നിരവധി സിനിമകളാണ് വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുവാൻ കാത്തു നിൽക്കുന്നത്. റീ റിലീസിന് ഒരുങ്ങുന്ന പുത്തൻ സിനിമകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മാറ്റിനി നൗ ഉടമ സോമദത്തൻ പിള്ള. 2020, രാവണപ്രഭു, കാലാപാനി, തേന്മാവിൻ കൊമ്പത്ത്, ഗുരു എന്നീ സിനിമകളാണ് മാറ്റിനി നൗ ഉടൻ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ ഹലോ, ദേവാസുരം എന്നീ സിനിമകളും റീ റിലീസ് ചെയ്യാൻ പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. റീ റിലീസിനായി ഒരുങ്ങുന്നത് 8ഓളം മോഹൻലാൽ ചിത്രങ്ങളാണ്. 2020, രാവണപ്രഭു, കാലാപാനി, തേന്മാവിൻ കൊമ്പത്ത്, ഗുരു, ഹലോ, ദേവാസുരം എന്നീ സിനിമകൾ മോഹൻലാലിൻ്റെ തന്നെയാണ്. 2020 ആയിരിക്കും ഇനി വരാനിരിക്കുന്ന മോഹൻലാൽ റീ റിലീസ് സിനിമ. ഓഗസ്റ്റിലായിരിക്കും ചിത്രം റീ റിലീസ് ചെയ്യുക. രാവണപ്രഭു ഓണത്തിന് ശേഷമായിരിക്കും എത്തുക. ഓണം റിലീസായി ഹൃദയപൂർവ്വം എത്തുന്നതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ശേഷമായിരിക്കും രാവണപ്രഭു റീ റിലീസിന് ഒരുങ്ങുന്നത്. കാലാപാനി ഈ വർഷം അവസാനത്തോടുകൂടി എത്തുമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷമായിരിക്കും തേന്മാവിൻ കൊമ്പത്ത് റീ റിലീസിന് എത്തുക. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിരിക്കും ഗോഡ് ഫാദറും എത്തും. അടുത്ത വർഷം ഏപ്രിൽ ഹലോ റിലീസ് ചെയ്യുവാനാണ് പ്ലാൻ ചെയ്യുന്നത്. 2026 അവസാനത്തോടെ മാത്രമായിരിക്കും ദേവാസുരം തിയേറ്ററുകൾ എത്തിക്കാൻ പറ്റുകയുള്ളൂ. അതിന് കുറച്ച് വർക്കുകളുണ്ട്. അതിനൊപ്പം തങ്ങൾ ചിത്രവും നോക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിൽ ചിത്രം എന്ന സിനിമയുടെ ഒരു പ്രിന്റ് ഉണ്ട് എന്ന് കേട്ടു. അത് ലഭിക്കുകയാണെങ്കിൽ ചിത്രം എന്ന സിനിമയും റീമാസ്റ്റർ ചെയ്യും. മോഹൻലാലിന്റെ എക്കാലത്തെയും എവർഗ്രീൻ ഹിറ്റാണ് ചിത്രം എന്ന ചിത്രം. തേന്മാവിൻ കൊമ്പത്ത് റീമാസ്റ്റർ ചെയ്യുന്ന വേളയിൽ അതിന്റെ വിഷ്വൽ കണ്ടിട്ട് തങ്ങൾക്ക് അതിശയം തോന്നി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിന്റെ നിർമ്മാതാവ് തന്നെ അതിഗംഭീര ക്യാമറാമാൻ ആയിരുന്നു. അതുകൊണ്ട് ആ സിനിമയുടെ വിഷ്വലുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും ഒരു വലിയ വള്ളിയിൽ ഇരിക്കുന്ന രംഗമുണ്ട്. ആ രംഗം കണ്ടു നോക്കണം, അതിഗംഭീരമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടാണ് മോഹൻലാൽ സിനിമകൾ കൂടുതലായും റീ റിലീസ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ്. മോഹൻലാൽ സിനിമകൾക്ക് റിപ്പീറ്റ് ഓഡിയൻസ് കൂടുതലുണ്ട്. മമ്മൂട്ടിയുടെ വല്യേട്ടൻ, ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകൾ റീമാസ്റ്റർ ചെയ്തിരുന്നു. വല്യേട്ടൻ മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. എന്നാൽ ഒരു വടക്കൻ വീരഗാഥ വീണ്ടും തിയേറ്ററിൽ കാണാൻ ഒരുപാട് പേർ ആഗ്രഹിച്ച സിനിമയാണ്. എന്നാൽ ആ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. അതിൽ നിന്ന് മനസ്സിലായത് എന്തെന്നാൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് റിപ്പീറ്റ് ഓഡിയൻസ് ഇല്ല എന്നതാണ്. മോഹൻലാൽ, ദിലീപ് സിനിമകൾക്കാണ് അത്തരം പ്രേക്ഷകരുള്ളത്. ഇപ്പോൾ താളവട്ടം, കിലുക്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ മികച്ച സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കിലുക്കം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പഴയ പല സിനിമകളും പോലെ കിലുക്കത്തിന്റെ പ്രിന്റ് കിട്ടാനില്ല. പലരോടും അന്വേഷിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിലെ പ്രിന്റ് കൊണ്ടേ ഗുണമുള്ളൂ. നമ്മുടെ നാട്ടിലെ പ്രിന്റുകൾ ഉപയോഗിക്കാൻ കഴിയുകയില്ല. കാലാവസ്ഥ വലിയൊരു വിഷയം തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി.